ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. നബിയെ പറ, ലോകത്തേക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് പറ. അപ്പൊ അതിന്റെ മൈന എന്താണ്? നബിയുടെ ആദർശം, നബി പഠിപ്പിച്ച ദീൻ, അത് ലോകാവസാനം വരെ ഈ നബിക്കുള്ള. ഈ നബി എന്നെയാണ് ലോകത്തിൽ എല്ലാരെയും മാതൃക. അതെ, മനസ്സിലായില്ലേ? ഇതൊക്കെ എനിക്ക് കേട്ടോളി. അടുത്ത സംഭവം കേട്ടോളി. ഇനി ആ പോയിന്റ്, ഇനിയുള്ള പോയിന്റ് ഈ സദസ് പറയുന്ന ഞാനും ഈ സ്റ്റേജിലിരിക്കുന്നവരും കേൾക്കുന്ന നിങ്ങളും ബൈലക് ശ്രോതാക്കളും ഇത് പ്രാവർത്തികമാക്കിയ എല്ലാ പ്രശ്നവും കൂടും. അതെന്താ? ഇജ്ലിസിയ ഉമർ എന്ന് പറഞ്ഞപ്പോ അമീറ പറയുന്നത്, അടുത്ത അമീറാകാൻ പോകേണ്ട ആളാ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ്. കാരണം നബി മരിച്ചാ പിന്നെ നേതാവ് ആരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇമാമത്ത് തീർച്ചയായും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇരിക്കു ഉമർ എന്ന് ആവർത്തിച്ച് പറഞ്ഞു അദ്ദേഹം ഖുർആനിലെ 2 വചനം ഉദ്ധരിച്ച് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പ്രസംഗിച്ചു. റസൂൽ മരിക്കും, ആരെങ്കിലും നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് മാത്രം മരിച്ചിരിക്കുന്നു. അതല്ല അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത റബ്ബ് ഇവിടെയുണ്ട്. എന്നിട്ട് റസൂൽ മരിക്കുന്നുള്ളതിന് 2 ആയത്ത് ഉദ്ധരിച്ചപ്പോൾ ഉണ്ടായ സംഭവം കേൾക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു പൈതലിനെ പോലെ ആ തെളിവിന്റെ മുമ്പിൽ പകച്ചു നിന്നു. വാള് താഴെ വീണു. അദ്ദേഹം അത് അംഗീകരിച്ചു. ഇപ്പൊ കേട്ട ആയത്താന്ന് എനിക്ക് തോന്നി. തെളിവ് കിട്ടിയപ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, അത് എന്റെ പോയിന്റ്. ഞാനിത് ഒന്നല്ല പോയിന്റ് ആക്കി, ഇതാ പോയിന്റ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ആയത്തല്ലേ? അല്ലേ? വാഖരീന മിൻഹുൽ ലമ്മാ യൽഹഖു ബിഹിം എന്നുള്ളത് ആയത്തല്ലേ? അതിന്റെ അർത്ഥം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ പോലെയല്ലേ? ആശയല്ല, അർത്ഥം അതുപോലെയല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങാനും വാശി പിടിച്ചു പോയി. ശരിക്കും ചിന്തിക്കണേ. ഈ ആയത്തിൽ വരാനിരിക്കുന്ന സമൂഹത്തിലേക്ക് നബിയെന്നല്ലേ അബൂബക്കറെ അർത്ഥം? അതെ. എന്നാലേ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുക. എന്താ അവിടെ ഉണ്ടാകുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ടീമിൽ ഒരു ടീം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ടീം. രണ്ടാളും ഭിന്നിച്ചു. മൻഹജുസ് സലഫും ഖുർആന്റെ വ്യാഖ്യാനവും ശരിക്ക് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിനെ തന്നിഷ്ടത്തിനൊത്ത് മനസ്സിലാക്കരുത് എന്നുള്ളതിന്റെ തെളിവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വെച്ച് റൈറ്റ് കറക്റ്റ്. അതിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വന്നപ്പോൾ എന്തായി? 2 കക്ഷികളാകാൻ തീരുമാനിച്ച സമൂഹം ഒന്നായി തീർന്നു. ഇതിലെ പോയിന്റ്, തെളിവുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. തെളിവുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കാനുള്ള മനസ്സാണ് സലഫുകളുടെ മനസ്സ്. അതുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നമില്ലായത്. ഒരു ഉദാഹരണം പറയാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വുദു എടുക്കുമ്പോൾ ഇങ്ങനെ വിരലിനുള്ളിലേക്ക് വെള്ളം കയറ്റി കഴുകേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ പഠിപ്പിച്ചു. വളരെ ഉത്തരവാദിത്തത്തോടെ തെളിവ് മറ്റൊരാൾ ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുമ്പോൾ വിരലിനുള്ളിൽ, കാലിന്റെയും കൈയുടെയും വിരലിനുള്ളിൽ വെള്ളം വരണം, ഇങ്ങനെയാക്കി കഴുകണം എന്ന് കൃത്യമായ ഹദീസ് ഉദ്ധരിച്ചപ്പോ മാലിക് റഹ്മത്തുള്ളാഹി ബേജാറായി. മാലിക് റഹ്മത്തുള്ളാഹി ഉടനെ ആ സദസ്സിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി. ഞാൻ ഇമാം മാലിക്, എനിക്കൊരു വിഷയത്തിൽ തെറ്റുപറ്റി പോയിട്ടുണ്ട്, തിരിച്ചണം, തെളിവ് ഇതാണ്, ഇനി നിങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യണം. ഇതാണ്. ഇതുണ്ടോ? ഇതില്ലാത്ത നമ്മുടെ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യണേ? മോനാരാ, മോനെ വിടരുത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉറച്ചു അതിന് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യും. അതാ പ്രശ്നം. ഇത് 2, 3, 4, 5 ഒക്കെ ആവണം. അതുകൊണ്ടാണ്. നേരെ മറിച്ച് തെളിവ് ധരിച്ചെടുത്തൊന്നും നോക്കൂ, തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ കബറടക്കണമെന്ന് പ്രശ്നം ഉണ്ടായി. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തെളിവ് ഉദ്ധരിച്ചു. ഏതൊരു നബി എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ. അതുകൊണ്ട് അവരെന്താ ചെയ്തറിയോ? നബിന്റെ ബോഡി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കട്ടിലൻ വലിച്ചു കളഞ്ഞു. ആ നബിന്റെ ബോഡി കിടന്ന ആ സ്ഥാനം നോക്കി കറക്റ്റിൽ നബി കിടന്ന പൊസിഷൻ വരെ ചരിത്രത്തിൽ കാണാം. ഇത് നബി ആ കട്ടിൽ എങ്ങനെയാണോ ആ പൊസിഷൻ ഖബർ കുഴിച്ചു. അവിടെ അത്ര സൂക്ഷ്മം. സുബ്ഹാനല്ലാഹ്. തീർന്നോ? ഇനി ആരെയാ അമീറാക്കണ്ടെന്നുള്ള ചർച്ച. അബൂദല്ലത്തുൽ അൻസാരിയുടെയോ അബൂബൈദത്തുൽ ജറാഹിന്റെയോ ഭവനത്തിലാണ്, എനിക്കറിയില്ല, ഒരു ടെന്റ് കെട്ടി ചർച്ച. അതും വന്നപ്പോ ആകെബേളായി. അബൂദല്ലത്തുൽ അൻസാരി ഒക്കെ പറഞ്ഞു, ഞങ്ങളാ മുഹാജിറുകളെ സംരക്ഷിച്ച്, ഞങ്ങളാ ലീഡർമാരാകണ്ടേ, കൊടുമ്പിരിക്കൊണ്ട ചർച്ച. ഏറെക്കുറെ ഒരു വാക്കേറ്റത്തിലേക്ക്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അതെ, ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലിന്റെ കൂടെ കാബത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. കാബത്തിന്റെ വാതിൽ, കാബത്തിന്റെ ഉള്ളിൽ, കാബയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുഹാജിറുകളിൽ നിന്നാണ് എനിക്ക് ശേഷം ലീഡർമാരുണ്ടായത്, അൻസാറുകൾ അന്നും അവരുടെ സഹായികളാകണം. ഈ വാചകം ഉദ്ധരിക്കേണ്ട താമസം അബൂതല്ലത്തുൽ അൻസാരി. ഇനിയിപ്പോ എന്താ? റസൂൽ തീർപ്പ് കൽപ്പിച്ചില്ലേ, ഖലാസ്, നിങ്ങൾ നേതാവ്, ഞങ്ങളുടെ സഹായികൾ. ഇവിടെയോ
ഇവിടെയോ ലോകത്ത് സെലഫുകൾ സ്വീകരിച്ച ലൈന് വിട്ടിട്ട് ഓലൊന്നും അറിവില്ലാത്തവരെന്നാണ് പറഞ്ഞത്. നമ്മള് കുറച്ച് ആൾക്കാർ ഇപ്പോ മുഹദ്ദിസീങ്ങളും അറിവുള്ളവരും അവരുള്ളോലോ തൗഹീദ് തെറ്റുപറ്റും, അക്കീദ തെറ്റുപറ്റും, കാഴ്ചപ്പാട് നമ്മക്കോ അത് പറ്റൂല. അത് കണിശമാണ്. അതിൽ തെറ്റ് പറ്റിയെന്നെങ്ങനെ ഒരക്ഷരം ചൂണ്ടിക്കാണിച്ച വിടൂലെന്നെ, അന്നെ ബുദ്ധിമുട്ടിച്ചളയും. ദീനല്ലോ, ദീനല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി നമ്മൾ അറിയേണ്ട പോയിന്റാ പറയാം. മുജാഹിദ് പ്രസ്ഥാനം മുശ്രിക്കുകളെ മുവഹിദാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ഒന്നൂടെ മുജാഹിദ് പ്രസ്ഥാനം മുശ്രിക്കുകളെ മുവഹിദുകളാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ഓടി നടന്ന് രാവും പകലും വിശ്രമമില്ലാതെ ഓടി നടന്ന് മുശ്രിക്കുകളെ മുവഹിദാക്കിയ, അഥവാ മുശ്രിക്കുകൾക്ക് തൗഹീദിന്റെ പ്രകാശം പകർന്നു കൊടുത്ത നാം ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുവഹിദുകളെ മുശ്രിക്കാക്കാൻ ഓടുകയാണ്. ഞാൻ പറഞ്ഞ കുറച്ച് വിശദീകരിക്കാണ് കേട്ടോ. എന്താ ചില ആളുകളുടെ ഉദ്ദേശം? മടവൂരി വിഭാഗത്തിന്റെ ഉദ്ദേശം എന്താ? ജമാഅത്തെ ഇസ്ലാമിന്റെ ഉദ്ദേശം എന്താ? APK സുന്നികളുടെ ഉദ്ദേശം എന്താ? അവരെ പ്രചരണത്തിൽ പെട്ടുപോയവരുടെയും അവസ്ഥ എന്താ? ഇന്നാള് ശിർക്ക് ചെയ്തു എന്ന് തെളിയിക്കാൻ ക്ലിപ്പിംഗ് തേടുകയാണ്. ഒരുത്തരം മുശ്രിക്കാക്കാൻ പ്രമാണം തേടിയെടുക്കുകയാണ്. ആയിരക്കണക്കിന് കേസെട്ടുകൾ വരുത്തി എവിടെയെങ്കിലും ജനങ്ങളെ ഞങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിച്ച് അയാൾ മുശ്രിക്ക് തന്നെ ആകുന്നു എന്ന് സ്ഥാപിക്കുന്ന മനസ്സ്, അത് ക്രൂര മനസ്സാണ്, മുഅ്മിനിന്റെ മനസ്സല്ല. ഇനി ഇത് പറയുമ്പോൾ ഞാൻ ചരിത്രത്തിൽ നിന്നൊരു സംഭവം പറഞ്ഞുതരാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം. എന്റെ ഈ ചരിത്രമാട്ടോ നിങ്ങൾക്ക് കൂടുതൽ അവബോധം തരും. ഈ ചരിത്ര പരാമർശം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരാളെ പറ്റി, ഒരുപാട് ആളുകളെ പറ്റി പരാതി വരും. അതിലൊരു ഗവർണറെ പറ്റി, സഈദ് ബിൻ സഈദ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി 3-4 കംപ്ലൈന്റ്, 4-3 വന്നു. അത് കേട്ട ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അതെന്റെ പോയിന്റ്. അല്ലാഹുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ പ്രിയ സഹോദരനെ കുറിച്ച് ഈ കേട്ട അപരാധം ശരിയാകല്ലേ റബ്ബേ. നമ്മളോ പഠിച്ചോനെ, ആ കേട്ട ആരോപണം ക്ലിയർ ആകണേ, ഓനെ മൂലക്കിട്ട് എനിക്കൊരു ചാൻസ് തരണേ റബ്ബേ. മനഹജു സലഫ് വിട്ടോ പഠിക്ക്. ദീന് പഠിച്ചിട്ട് വന്നിരുന്നു പോയാൽ അടിച്ചേൽപ്പിക്കുന്നില്ല. പടച്ചോനെ ഓർത്തിട്ടും നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങൾ അബദ്ധ സഞ്ചാരത്തിൽ പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടും ദൗത്യ നിർവഹണമാണ്. മാത്രമല്ല, ഞാനിന്ന് 2-3 സ്ഥലത്ത് പ്രസംഗിച്ചു. പോയിന്റ് ശരിക്കും മനസ്സിലാക്കി. ഇവിടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി കേരളത്തിൽ. ഞാനുമായും വേറെ ചിലരുമായും ഒക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി. ഞാൻ പ്രതികരിച്ചിട്ടേ ഇല്ല. പത്രകോളങ്ങളിൽ പച്ച നുണ നിരത്തി കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വവുമായി ഒടക്കി പിരിഞ്ഞു എന്ന് മാധ്യമം എഴുതി. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതികരിച്ചില്ല. മാത്രമല്ല, നിരന്തരമായി മാധ്യമത്തിൽ നിന്ന് വിളിച്ചു, പല പത്രങ്ങളിൽ നിന്നും വിളിച്ചു, ചാനലുകളിൽ ഉൾപ്പെടെ വിളിച്ചു, മടവൂരി നേതാക്കന്മാരെ വിളിച്ചു, പല ആളുകൾ. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളോട് പറയാൻ എനിക്കൊന്നുമില്ല, എനിക്കൊരു നേതൃത്വമുണ്ട്, ഞാൻ അവിടെ പറയും, ഞാൻ അവരോട് പറയും. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എന്റെ നിലപാടിൽ ദീനി വിരുദ്ധ സമീപനം ഉണ്ടോ? നിങ്ങൾ പറ. ജനങ്ങളെ, നിങ്ങൾ പഠിച്ച ദീനനുസരിച്ച് നിങ്ങൾ പറ, ഉണ്ടോ? 2.5 മാസക്കാലം എനിക്ക് നേരെ വന്ന പല ആരോപണങ്ങളും ഞാൻ ക്ഷമിച്ചു, വിശദീകരിച്ചില്ല. അതൊക്കെ വ്യക്തിപരമാണ്. എന്നാൽ ഞാൻ നരകാവകാശിയാകുന്നു, മുശ്രിക്കാകുന്നു എന്നൊരു പത്രത്തിൽ അത് ഞാൻ വിടില്ല. അത് ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്. ആ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബൗദൈവാരാധന ശിർക്ക് അല്ലെന്ന വാദമാണ് സക്കരിയ സ്വലായിക്കെതിരെ നടപടി വരാനുള്ള കാരണം. ചങ്ങായിമാരെ, ഒരു കാര്യങ്ങൾ ആലോചിക്കുക.
സക്കരിയ സ്വലാഹി ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ജീവിച്ചിരിക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഉണ്ടോ എന്ന് വാഹനത്തിലേറി, ട്രെയിനിലേറി, യാത്ര വന്ന്, ബസ്സിലേറി, ടൂ വീലറിൽ വന്ന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിച്ചുകൂടെ? ചോദിച്ചുകൂടെ? ക്ലിയർ ചെയ്തുകൂടെ? സാധാരണ പേരോടിന്റെ കേസറ്റ് കേൾക്കുന്ന സമസ്തക്കാരനോട് നമ്മൾ പറയും, മോനെ ഹുസൈൻ സൽമിന്റെ കേസറ്റ് കൂടി ഒന്ന് കേൾക്ക്. ഇല്ല, അതുപോലൊരു കൗമ് നമ്മളാകാൻ പാടില്ല. ഏകപക്ഷീയ വിശദീകരണം. ഒരു കാര്യം ഞാൻ വളരെ ഗൗരവമായി പറയാം. ചരിത്രത്തിലെ ഒരു മഹാസംഭവം ഉദ്ധരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ചു സഹാബിമാരും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഹൃദയത്തിന് ശരിക്ക് കൊത്തിവെച്ചോളി. ദീനാ ഞാൻ പറയണേ, വ്യക്തിപരമായി ഒന്നതിൽ പറയുക, ദീനിലൂടെ നിങ്ങൾ ഉത്ബുദ്ധരാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചോളിട്ടോ. റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങളിലൊരാൾ കാഫിറായിട്ടാ മരിക്കുക, മുനാഫിക്കായിട്ടാ മരിക്കുക. അവന്റെ പല്ല് നരകത്തിൽ ഉഖുദ് മലയോളം വലുപ്പുണ്ടാവും. പേടിച്ചു, സഹാബികൾ നടുങ്ങി. ആരാ നബിയോടൊപ്പം ഉണ്ടായിരുന്നവര്? അതിലെല്ലാരും മരിച്ചു പിരിഞ്ഞു. പിന്നെ രണ്ടാളൊഴികെ, 2 members. ഒന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആള് റജ്ജാൽ. ദജ്ജാലല്ല, റജ്ജാൽ. ഈ രണ്ടുപേരും, റജ്ജാല് യമാമയിലായിരുന്നു. മഹാനായ അബൂ ഹുറൈറക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കള്ളം പറയാത്ത തിരുദൂതരാ പറഞ്ഞത്. കള്ളം പറയാത്ത തിരുദൂതരാ പറഞ്ഞത്. എന്ത് കള്ളം പറയാത്ത തിരുദൂതര് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചേ. നിങ്ങളിലൊരാള് മുനാഫിക്കായി ഇസ്ലാം എന്ന് പുറത്തുപോയി നരകാവകാശിയാകും. അബൂ ഹുറൈറ റളിയല്ലാഹു ഉറങ്ങിയില്ല, ഉറങ്ങാൻ കഴിഞ്ഞില്ല. വ്യസനിച്ചു, ക്ഷീണിച്ചു, മെലിഞ്ഞു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം. ആ കാലഘട്ടത്തിൽ യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, കള്ളപ്രവാചകൻ, വാദിക്കും. റജ്ജാല് വരെയാണ് യമാമയെന്ന്. ഈ റജ്ജാൽ ആരാ? നബിയിൽ നിന്ന്, നബിയുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ, നബിയിൽ നിന്ന് ശിക്ഷണമേറ്റു വാങ്ങിയ ആള്, വിശുദ്ധ ഖുർആൻ ധാരാളമായി മനപ്പാടാക്കിയ ആള്, വാചാലമായി സംസാരിക്കാനുള്ള ആള്, അവസരത്തിനൊത്ത് ഖുർആൻ ഓതി ഉദ്ധരിക്കാൻ കേമൻ. ഇതൊക്കെയാട്ടോ അയാളെ യോഗ്യത. ശരിക്ക് പഠിച്ചോളി, മനസ്സിലായി കൂടി. അറിവുള്ളവരെ ഉയരി, അറിവുള്ളവരെ ഉണരി, അറിവില്ലാത്തവരെ സടകുടഞ്ഞ് എഴുന്നേൽക്കി. എന്താ അങ്ങനെ? ഇയാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ പടനയിക്കുന്ന ലീഡറാക്കണം. ഞാൻ അവരെ ഉത്ബോധിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നോളാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. കാരണം ഇനി പോയിന്റ് ആട്ടോ കേട്ടോളൂ, നബിയുടെ ശിഷ്യനാണ്, ഖുർആൻ മനപ്പാടമുള്ള ആളാണ്, ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളാണ്, സ്വഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് ഔദ്യോഗിക, ഇങ്ങനെയല്ലോ, ഔദ്യോഗികമായി നിയോഗിച്ചു ഞങ്ങളെന്ന ലീഡർ. ഇനി കേട്ടോ, ഇനി ആ ലീഡർ യമാമയിലേക്ക് അടിച്ചു. ആ ലീഡർ യമാമയിലേക്ക് ചെന്നപ്പോ മൂപ്പര് കണ്ട കാഴ്ച, മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെ സ്ഥാപനങ്ങൾ, ആളുകൾ, അർത്ഥങ്ങൾ, ബഹളങ്ങൾ, ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റിലും. നോക്കണേ വിശ്വാസികളെ, പല ആളുകളെയും നമ്മൾ ഓൻ സത്യത്തിൽ ഉറച്ചുക്കൊന്ന് വിചാരിച്ചിട്ട് തപ്പ് തന്നെ 2 ദിവസം കൊണ്ടൊക്കെ ചാടിയില്ലേ? ആലോചിച്ചോ? എന്ത് കണ്ടിട്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ. അവിടെ കേട്ടോളി, മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെയാ എല്ലാം. അതുകൊണ്ട് എന്തായി? ഒരൊറ്റ കാരണം മറിച്ചില്ല, അവിടെ കൂടി. കാരണം ഇയാളാരാ? നബിയുടെ ശിഷ്യൻ. ഇയാളെ ആരാ നിയോഗിച്ച? ഔദ്യോഗിക നേതാവ്, ഔദ്യോഗിക സ്വഭാവത്തിലേക്ക്. അപ്പൊ ജനങ്ങൾക്കിടെ ക്ലിക്ക് ചെയ്യും. ആ അവസരം മുതലെടുക്കാൻ തുടങ്ങണം അയാൾ. അയാൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ ഓർത്തോളി. മുസൈലിമത്തുൽ കദ്ദാബ് ഒരു കാര്യം മനസ്സിലാക്കി, നല്ല പ്രാസംഗികനാണ്, നബിയുടെ ശിഷ്യനാണ്, അബൂബക്കർ സിദ്ദീഖ് നിയോഗിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ കള്ളല്ല, മൂപ്പരെ സ്ഥാനം ഉറപ്പിക്കാം.
രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമാനത ദുനിയാവിൽ അള്ളാഹ്ക്കറിയാലോ ലോകത്രത്തോളം എത്തും, ആരൊക്കെ വരും, ഏതൊക്കെ ടൈപ്പ് ആളുകൾ വരും എന്ന് കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഈ ഒരു തീരുമാനത്തെ ഗൗരവമായിട്ട് കാണും. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? റജ്ജാലി നല്ലൊരു പ്രഭാഷകനായി രംഗപ്രവേശനം ചെയ്തു. മുസൈലിമയെ നബിയായിട്ട് വരും എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഒരു സൂക്ഷിപ്പുകാരനായി, ഹൃദയ സൂക്ഷിപ്പുകാരനായ ഒരാൾ വരും വഹിയോടുകൂടി. അത് മുസൈലിമയാണ്. ആരാ പ്രസംഗിക്കുന്നത്? ഔദ്യോഗിക നേതാവ് നിയോഗിച്ച ഔദ്യോഗിക മേഖലയിലെ വക്താവ്. പ്രസംഗം അടുത്ത് തുടങ്ങിയപ്പോ എന്തുണ്ടായി? മുസൈലിമത്തുൽ കദ്ദാബ് കദ്ദാബാണ് എന്നറിഞ്ഞവർ പോലും ആരായാണ്? നബീന്റെ ശിഷ്യൻ, ഖുർആനാ ഓതുന്നത്, ഹദീസാ ഉദ്ധരിക്കുന്നത് അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇൻതദൂഹും ഇത് തൗഹീദ് പഠിപ്പിച്ച മുജാഹിദുകളോട് പിന്നെ വൈദാസല കൈബാദി എന്ന് പറഞ്ഞിട്ട് ഖുറാബിയൊക്കെ ഓതി കൊടുക്കണം, ഇങ്ങനെ ഓതി കൊടുക്കണം. അങ്ങനെ അവിടെ ഉണ്ടായി. അപ്പൊ എന്തായിന്നറിയോ? ഓരോ ദിവസത്തെ വയസ്സ് കഴിയുമ്പോ മുസൈലിമത്തുൽ കദ്ദാബിന് അംഗസംഖ്യ വർദ്ധിച്ചു. കാരണം ആരാ പ്രസംഗിക്കണേ? ഔദ്യോഗിക നേതാവ്, ഔദ്യോഗിക സ്വഭാവത്തിൽ ഔദ്യോഗികമായ ലീഡറായത്. മാത്രമല്ല മുസൈലിമത്തുൽ കദ്ദാബിനെ പുകഴ്ത്തി ഇയാൾ പറയുകയും നബിയെ കൂട്ടുപിടിക്കുകയും ഇയാളിലേക്ക് ആളെ കൂട്ടുകയും ചെയ്തപ്പോ ഒന്നുകൂടി ഉണ്ടായി ഏകപക്ഷീയമായ വിശദീകരണം. ഏകപക്ഷീയമായ, മറിച്ചൊന്ന് പറയാൻ ആരുമില്ല. ഇയാൾ പറയുന്നത് നുണയെന്ന് പറയാൻ ആരുമില്ല. മാത്രമല്ല ഇയാളോ എന്നെ അബൂബക്കർ സിദ്ദീഖ് നിയമിച്ചാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് നിയമിച്ചാണെന്ന് പറയും. എന്നിട്ടാണ് ഏകപക്ഷീയമായി അവർക്ക് അധികാരമുള്ള മേഖലകളിലെല്ലാം അവർ വിശദീകരിച്ചു. അംഗസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. ഓലൊന്നും മുശ്രിക്കല്ല എന്ന് മനസ്സിലാക്കിയവർ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ഓലൊക്കെ മുശ്രിക്ക് തന്നെ എന്ന് ഉറപ്പിക്കാൻ തുടങ്ങി. കൂട്ടിക്കോയൊക്കെ ശരിക്കും മനസ്സിലായിക്കോളി. രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് പഠിപ്പിച്ചിരുന്നു. ശരിക്കും പഠിപ്പിച്ചിട്ടാണ് തെറ്റിപ്പോയത്. റൂട്ട് തെറ്റിയാ പോയി. നമ്മുടെ ഒരാളെയും കണ്ടിട്ടല്ലോ ഇതിൽ വന്ന് ഹക്ക് കണ്ടിട്ടല്ലേ. വിശ്വാസികളെ അള്ളാനെ സൂക്ഷിക്ക്, സത്യം പറയുന്നവരോടൊപ്പം അല്ലേ? അല്ലേ? ആണല്ലോ. ഖുർആനിലെ 9-ാം അധ്യായം 19-ാം. ഈ സംഭവം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോ ഔദ്യോഗിക സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പൊലിമയും കാര്യവും വന്നപ്പോ ഇനി കാത്തു നിന്നൂടാ. ആ ചരിത്രത്തിന്റെ പിറ്റി നോക്കിയേ. ഇനി കാത്തിരുന്നാൽ, മിണ്ടാതിരുന്നാൽ, ഒരറ്റാക്ക് ഇല്ലാതിരുന്നാൽ ജനം മുഴുവനും നമ്മളെ മുശ്രിക്കായി തെറ്റിദ്ധരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ. അന്നോ മുസൈലിമ നബിയായി, മുസൈലിമിന്റെ കൂടെ ആളുകൂടും, മുഅ്മിനുകളൊക്കെ തെറ്റിപ്പോകും. ഉടനെ സയ്യിദ് ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ബ്രദർ, തലരിഞ്ഞെടുക്കാൻ അന്ന് ഇതിന് അധികാരം ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് ദാർശനിക തലയേരിയൽ ആവശ്യം. ദാർശനിക തലയേരിച്ച് ആദർശത്തിന്റെ കടക്ക്, ഏത് സമൂഹത്തിലെ കൊള്ളരുതാത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ കടക്ക് കത്തി കൊത്തി. സയ്യിദ് ഇബ്നുൽ ഖത്താബ് പറഞ്ഞെന്നറിയും, ഞാൻ അയാളെ കൊല്ലാൻ തീരുമാനിച്ച വേറൊന്നുണ്ടല്ല, ഔദ്യോഗിക ബാനറിൽ നിന്ന് തോന്നിയാസം പറഞ്ഞുകയാണ്. ഔദ്യോഗികതയെ എല്ലാ തെമ്മാടിത്തത്തിനെയാണ് ഉപയോഗിച്ചു. ഔദ്യോഗികം ഔദ്യോഗികം ഔദ്യോഗികം, സംഘടന 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 എന്ന് പറഞ്ഞ് സകല തെറ്റും ചെയ്തു. അതുകൊണ്ട് വിടരുത്, വിടരുത്. എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ആ യുദ്ധത്തിൽ തലയെറിഞ്ഞു കളഞ്ഞു. അതോടുകൂടെ എന്തായിന്നറിയോ? റജ്ജാലിലൂടെ വിജയിച്ച് നേതാവാകാന്ന് വിചാരിച്ച ആളൊന്നങ്ങോട്ട് പൊലിഞ്ഞ് ഒലിയും ഒലിയും. കേരളത്തിന്റെ മണ്ണിൽ കൃത്യതയുടെ ബോധത്തിന്റെ ഒരു പ്രഭാഷണം ചാലുകേറിയാൽ അറബിക്കടലിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും ഈ ദുരാരോപണങ്ങളെ. അത് ഇവിടുത്തെ ഏത് സംഘടനയും മനസ്സിലാക്കുക കേട്ടോ. ഈ ചരിത്രത്തിനൊരു പാഠമില്ലേ? ഈ ചരിത്രത്തിനൊരു സമാനതയില്ലേ? ഈ ചരിത്രത്തിനൊരു അഗാധമായ ടച്ചില്ലേ? എനിക്ക് കേട്ടോ, ഇനി ഞാൻ പറയുന്നു. എന്നെ കുറിച്ച് ഇന്നലെ വന്ന മാധ്യമത്തിലെ പരാമർശം ഞാൻ പറയാം. വേറെ ആളെ കുറിച്ചുള്ള അത് അവർ പറയും. അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന്. എന്താണ്? ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബൗദൈവ ആരാധന അല്ലെന്ന വാദം ഉണ്ട് എന്നാണ്. ഇതാർക്കുണ്ട്? മുജാഹിദ് ബാലുശ്ശേരിക്കുമുണ്ട്. അടുത്ത വാചകം കേട്ടോ. സക്കരിയ സ്വലാഹിയുടെ സമാന നിലപാട് പിന്തുടരുന്ന മുജാഹിദ് ബാലുശ്ശേരിയെയും നേരത്തെ പ്രസ്ഥാനം വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. നിലപാട് മാറ്റാൻ തയ്യാറായതിനെ തുടർന്ന്, അഥവാ ഞാനിനി മുവഹിദായിക്കോടാ, മുശ്രിക്കുള്ള പണി ഞാൻ നിർത്തിക്കോടാ, ജിന്നിനോട് പ്രാർത്ഥിച്ച അലമ്പായ മനുഷ്യനെ ഞാൻ തിരിച്ചിക്കോളാന്ന് നേതാക്കന്മാരോട് പറഞ്ഞു. അപ്പൊ ഉപാധികളോടെ ഇനി മേലിൽ മോൻ ജിന്നിനോട് തേടരുതിട്ടോ എന്ന ഉപാധി വെച്ചു
ഈ തെറ്റിദ്ധാരണകൾ മാധ്യമത്തിലേക്ക് വിളിച്ചപ്പോ കിട്ടിയ വിവരം എന്താ അറിയാം? നിങ്ങൾ ഞങ്ങളോട് ചൂടാണ്ട, നിങ്ങൾ തന്നെ ചിലരോട് അങ്ങ് ചോദിച്ചേച്ചാ മതി. മനസ്സിലായോ? നമ്മളെ മുശ്രിക്കാക്കാനുള്ള ഒരു വ്യഗ്രതങ്ങളൊന്ന് ആലോചിച്ചേ. അപാരമല്ലേ അത്? ഇനി ഇങ്ങനെ കേൾക്കണോ? ഇനി ഞങ്ങളെ വിശ്വാസം എന്താ കേട്ടോ? ഇന്ന് മാധ്യമത്തിൽ പ്രതികരിച്ചു, മാധ്യമത്തിൽ പ്രതികരണമുണ്ടായി. എന്താ പ്രതികരണം? ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. സക്കറിയ സ്വലാഹി, ഇനി ഇവർക്കൊക്കെ ശിർക്കുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശിർക്കിനെതിരെ ശബ്ദിച്ചവരാ ഈ ആളുകളൊക്കെ. നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ചെന്ന് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റി ബിംബാരാധനക്കെതിരെ ന്യായവും പ്രമാണവും ഉദ്ധരിച്ച് പ്രസംഗിച്ചവർക്കെതിരെ ജിന്നിനോട് തേടുകയെ. ഇനി ജിന്നിനോട് തേടാ ഇതിൽ പറയാണ്, ഞാൻ ആ ഭാഗം വായിച്ചേൽപ്പിച്ചത് ഇന്നത്തെ മാധ്യമത്തിൽ. സൃഷ്ടാവായ ദൈവത്തോടല്ലാതെ മലക്കും ജിന്നും ഉൾപ്പെടെ ഏതൊരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ശിർക്ക് ബഹുദൈവാരാധന തന്നെയാണ്. ഡോക്ടർ KK സക്കറിയ സ്വലാഹി ജിന്നുകളോട് സഹായം തേടുന്നത് സംബന്ധിച്ച് കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൽ നിലനിൽക്കുന്ന രൂക്ഷമായ വിമർശന പശ്ചാത്തലത്തിലെ പ്രതികരണം. എന്തിനാ ഇനി നമ്മള് ആ മനുഷ്യനെ തെറ്റിദ്ധരിക്കണേ, എന്നെ തെറ്റിദ്ധരിക്കണേ? ഇനി ഇതിലൊരു പ്രധാനമായ പോയിന്റ് നിങ്ങളോട് ഞാൻ തെളിവിന്റെ ബലത്തിൽ പറയാം, മഹാ തെളിവിന്റെ ബലത്തിൽ. അതെന്താന്ന് ചോദിച്ചാല്, വിചിന്തനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക വീക്കിലിയാണ്. ആ വിചിന്തനത്തിന്റെ ചീഫ് എഡിറ്റർ ആകട്ടെ EKM പന്നൂർ എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, സാഹിത്യകാരനാണ്, പത്രപ്രവർത്തകനാണ്, കവിയാണ്. സർവോപരി ഒരുപാട് വർഷത്തിന്റെ മുജാഹിദ് പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം. മാധ്യമത്തിലും വിചിന്തനത്തിലും ഒരു ലേഖനം എഴുതി. ലേഖനത്തിന്റെ തലക്കെട്ട് ഇതാണ്: അള്ളാഹു കൊടുത്ത കഴിവുകളിൽപ്പെട്ടതെല്ലാം ചോദിക്കാമോ? ഈ വിഷയം എഴുതിയിട്ട് അദ്ദേഹം പറയാൻ, ഇതാ നമ്മുടെ തെളിവ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNM-ന്റെ ഔദ്യോഗിക വീക്കിലിയായ വിചിന്തനത്തിൽ അതായത് ചീഫ് എഡിറ്ററായ EKM പന്നൂർ പറയുന്നത് നിങ്ങൾ വായിക്കാം. സമസ്തയിലെ ചില പണ്ഡിതന്മാരുടെ വിമർശനം ശ്രദ്ധിച്ചാൽ ജിന്നിനോട് സഹായം തേടാൻ മുജാഹിദുകൾ ഒരു കൂട്ട തീരുമാനമെടുത്ത പോലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? വിചിന്തനത്തിലുള്ളതാ, മാധ്യമത്തിലുള്ളതാ. എന്ത്? ജിന്നിനോട് സഹായം തേടുക എന്ന് പറയുന്ന ഒരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ല. അത് വാസ്തവ വിരുദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണത് തീർന്നില്ല. ഇവിടുത്തെ സമസ്തക്കാരോട് നിങ്ങൾ അങ്ങനെ മനപ്പായസം ഉണ്ടണ്ട, മടവൂരികളും അങ്ങനെ ഉണ്ടണ്ട. എനിക്കിതില്ലേ ഒരു പ്രതിഷേധം എന്താ? ഈ മാധ്യമം എന്നും മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ. ഒരു വ്യഭിചാരോപണം ഒരാളെ പറ്റി പറഞ്ഞാൽ പത്രത്തിൽ, ഒരു ഏതെങ്കിലും ഒരു ശിർക്ക് ആരോപിച്ചിട്ട് ആ ശിർക്ക് ചോദിക്കണ്ടേ? നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണോ? ചോദിക്കണ്ടേ? നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ബൗദ്ധൈവാരാധകരിൽപ്പെട്ടവരാണോ? നമ്മളോട് ചോദിക്കാമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല. മാത്രമാണോ? ഇനി ഇതിന്റെ ഒക്കെ ഒരു അപകടവും കൂടെ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് മുജാഹിദ് ബാലുശ്ശേരി, സക്കറിയ സ്വലാഹി, അബ്ദുൽ ജബ്ബാർ മൗലവി, അതുപോലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി, അതുപോലെ തന്നെ യാസിർ ബിൻ ഹംസ, അതുപോലെ അഷ്റഫ് മൗലവി മദീന. ഇവരൊക്കെ ആരാണ്? ആദ്യമൊക്കെ ഒരു കാലത്ത് അതൊരു വ്യക്തിയിലൊതുങ്ങി, പിന്നെ വേറുള്ളവരൊക്കെ ക്യാൻസലായി, പിന്നെ വീണ്ടും അവരിലേക്ക് വന്നു. ഇത് വല്ലാത്തൊരവസ്ഥയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സദസ്സിൽ എല്ലാവരും തുണിയും നരിയാണ്ട മേലെയാ ആണോ? ആണോ? ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളുടെ എല്ലാവരുടെയും തുണി നരിയേണ്ട മേലെയാ? അല്ല. ഞാൻ പറയുകയാണെന്ത്, 1,00,000 മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അതിലൊരൊറ്റ കുട്ടിന്റെ തുണി നരിയാണിൻ്റെതായല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂലേ? ഇതാ ഞങ്ങളെന്ന് മണ്ഡലം പ്രസിഡന്റ്, ഞങ്ങളെന്ന് സെക്രട്ടറി, ഞങ്ങളെന്ന ആള്, ഞങ്ങളെ ഖത്തീബ്, ഞങ്ങളെ മനുഷ്യന്മാരും, കാക്കാന്റെ വാപ്പാന്റെ മുത്താപ്പ, എന്റെ എടാപ്പാന്റെ അളിയൻ, ഒരുപാട് ആളുകൾ അല്ലേ? തെളിവല്ലേ അത്? അതായത് നരിയാണ്ടതായ തുണി പോകുന്നതിന് ഒരാളില്ലാന്ന് ഞാൻ വാദിച്ചാൽ, അല്ല മൗലവി ഉണ്ട്, ഇതാ 5 ആള് സ്റ്റേജിൽ, ഇതാ നിർത്തിക്കൂടെ? താടി വടിക്കാത്ത എല്ലാരും താടി വെച്ചവരാണ് മുജാഹിദുകൾ.
ആർക്കും താടില്ലാത്ത ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സദസ്സ് കണ്ടാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കോ ഉണ്ടോ? അപ്പൊ താടി വടിച്ചവരെ ഹാജരാക്കാൻ പറ്റും. ഇവിടെ ഒരൊറ്റ മുജാഹിദ് യുവാവും സ്ത്രീധനം വാങ്ങിയിട്ടില്ല പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങിയോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാജരാക്കാൻ പറ്റും. നമ്മുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് പാൻസ് ഒക്കെ കട്ട് ചെയ്ത് നരിയാണിന്റെ മേലെ കയറ്റി കൊടുത്ത ആളുകൾ നമുക്ക് ഹാജരാക്കാൻ കഴിയും. ഉസ്താദേ, ഞാൻ എന്ന മൗലവിന്റെ പ്രസംഗം കേട്ടിട്ടാണ് എന്റെ പാന്റ് കട്ട് ചെയ്ത് നരിയാന്റെ മേലേക്ക് കയറ്റി കൊടുത്ത്. ഉസ്താദേ, ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. ഇന്ന് ഞാൻ മീശ വെട്ടി ഒതുക്കി സമൃദ്ധമായി, ഞാൻ ജൂതനെ പോലെ ജീവിച്ചനായിരുന്നു. നിങ്ങളുടെ പ്രസംഗത്തിലൂടെ ഞാൻ എന്റെ താടി സമൃദ്ധമായി നീട്ടി. അല്ലേ ഉസ്താദേ, ഞാൻ സ്ത്രീധനം വാങ്ങണം എന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷെ ഞാൻ എന്ന പ്രസംഗം കേട്ടപ്പോ സ്ത്രീധനം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇനി എന്റെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പ്രസംഗം കേട്ടു, സക്കരിയ സുലാഹിയുടെ പ്രസംഗം കേട്ടു, ബാലിശ്ശേരിയുടെ പ്രസംഗം കേട്ടു. ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് വിശ്വസിച്ച ആളായിരുന്നു. പക്ഷേ ഇപ്പൊ അവരുടെ പ്രസംഗം കേട്ടിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതിലും കുഴപ്പമില്ലാന്ന് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഇന്നലെ മരുഭൂമിന്ന് ജിന്നിനോട് തേടി. കാരണം അത് ദീനാണെങ്കിലോ പറയണല്ലോ. റബാത്തിബ് സുന്നത്ത് പുണ്യാണെന്ന് പഠിച്ചൊരുത്തനോട് പറയാ, ഇയാൾ പുണ്യാണെന്നൊന്ന് മൈക്കിലൂടെ പറ. ഓൻ വന്നിട്ട് പറയും ആ പത്രക്കെ നിസ്കരിക്കൽ പുണ്യാണ്, വലിയ പുണ്യമുള്ള കാര്യം. ജിന്നിനോട് തേടൽ ജായിസും അനുവദനീയാണെങ്കിൽ ഓൻ വന്നിട്ട് എന്താ പറയണ്ടേ? ഞാൻ ജിന്നിനോട് തേടും, ഞാൻ ജിന്നിനെ വിളിക്കും, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ കഴിയാത്ത കാലത്തോളം ഇതൊരു തെറ്റിദ്ധാരണയാണ്, ഇതൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഈ വെല്ലുവിളി നിങ്ങളെ ഏറ്റെടുത്തോ. ഒരു മുജാഹിദിനെ ഒരാൾ വന്നു, ഞാനേ ഇന്നലെ ജിന്നിനോട് തേടിയിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്, അതിന് പ്രമാണമുണ്ട്, നമ്മൾ തീരെ മനസ്സിലാക്കിയിട്ടാ എന്ന് പറഞ്ഞൊരു മുജാഹിദിനെ ഹാജരാക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കട്ട് ചെയ്തിട്ട് ചോര തുളുമ്പിക്കൊണ്ട് കയ്യിൽ കടത്തുക. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവര് ആര് വന്നാലും അവര് പറയുന്നത് തെറ്റാ. നിങ്ങൾ മനസ്സിലാക്കുക. ജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇരുവേറ്റി മാധ്യമത്തിലെ എരുവേറ്റല മുത്തര പണി ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് മൂപ്പര് മിമ്പറിൽ തന്നെ ഉണ്ട് കേട്ടോ. അവര് മനസ്സിലായിക്കോളെ കേട്ടോ. എനിക്ക് കേട്ടോ, ഒരു റൂമിൽ കസേര മാറ്റിയിടുമ്പോൾ, മേശ വലിപ്പിടുമ്പോൾ, വീട്ടിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ, മരത്തിൽ നിന്ന് തേങ്ങയോ ചക്കയോ ഇടുമ്പോൾ നാം അക്കാര്യം ആദ്യം ജിന്നുകളോട് പറയണമത്രേ, സമ്മതം ചോദിക്കണമത്രേ. ഇതാണത്രേ മുജാഹിദ് പ്രസ്ഥാനം. ആണോ ഈ തോന്നിയാസ് എഴുതിയത്? തോന്നിയാസല്ലേ? അല്ലേ? ഏതെങ്കിലും ഒരു മുജാഹിദ് തെങ്ങിന്റെ ജിന്നെ തേങ്ങടത്തെ ജിന്ന് പറഞ്ഞു കിട്ടി. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? എന്തായി പോയി മാധ്യമക്കാരെ? വസ്തുത അല്ലെങ്കിലും ഓരോരുത്തർക്കും ഓരോ നിലവാരമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഈ ജാതി തോന്നിയാസൈഡ്. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. സമസ്തക്കാരുടെ നിങ്ങള് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനൊന്നുമില്ല, ഞങ്ങള് സഹായം തേടാറേ ഉള്ളൂ എന്ന് അവര് വാശി പിടിച്ചവ നമ്മളെന്ത് പറഞ്ഞു? അല്ല, അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ നേരിട്ട് തേടുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതിന് തെളിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്ലിപ്പിംഗ് കിട്ടി. ഏതാ ക്ലിപ്പിംഗ്? അള്ളാന്റെ റസൂലിനോട് തേടുന്ന രണ്ട് മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പിംഗ്. ഒന്നൊരു തങ്ങള്, അയാളുടെ പ്രാർത്ഥന എന്താ? എത്ര നേരമായി തങ്ങളെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, തങ്ങളെ ഞങ്ങളെ കാണുന്നില്ല, തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ തങ്ങളെ, ഞങ്ങളെ പെൺകുട്ടികൾ എത്ര സമയം നിൽക്കുന്നു, തങ്ങളെ ഞങ്ങളെ കാക്കണേ, തങ്ങളെ ഞങ്ങളെ വേദന മാറ്റണേ, തങ്ങളെ എന്ന് മുഹമ്മദ് നബിയോട് തേടുന്നത് ഇങ്ങനെ കാണാം. നാളെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നാൽക്കവരയിൽ മുജാഹിദ് പണ്ഡിതന്മാരിൽ ഒരാള് നേതൃത്വം നൽകുകയും എന്നിട്ട് പിന്നിൽ ആള് നിൽക്കുകയും, ചിന്നേ കാക്കണേ, ചിന്നേ ബസ് തടയണേ, ചിന്നേ ജീപ്പ് എടുക്കണേ, ചിന്നേ അതെ വെള്ളത്തിൽ നിന്ന് കാക്കണേ, ചിന്നേ പാറപ്പുറത്തുനിന്ന് രക്ഷിക്കണേ, ചിന്നേ കെട്ടിടത്തിന്റെ മുകളിൽ രക്ഷിക്കണേ, ചിന്നേ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അറിയുക, ഒരു തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അച്ചാരം വാങ്ങിയുടെ ഏതേത് ശ്രമങ്ങളെയും നിങ്ങൾ തിരിച്ചറിയുക. മാത്രമാണോ ശിർക്ക് ചെയ്ത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. അങ്ങനെ പൊറുക്കാത്ത ശിർക്കിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്ന ദുർവ്യാഖ്യാനം ശരിയല്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു മഖ്ലൂഖിനോടും തേടരുത്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും.
അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. കൽമലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ. ജിന്നിനോട് വേണ്ട, മലക്കിനോട് വേണ്ട, ഒരു മഖ്ലൂഖിനോടും വേണ്ട. ഇതാ ഇസ്ലാം പഠിപ്പിച്ച്. ഇനിമേൽ നിങ്ങൾ പറയരുത്, ബൈലക്സിലെ ശ്രോതാക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ലോകത്ത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുക ഇവിടെ ശിർക്ക് സംഭവിച്ചിട്ടില്ലെന്ന്. എന്നെ ഒരു അപാര പോയിന്റൂടെ നോട്ട് ചെയ്ത് പറഞ്ഞോട്ടെ. മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റു പ്രസ്ഥാനങ്ങളിൽ പോയി. ഇനി പറയുന്ന പോയിന്റ് നെഞ്ചിലേറ്റിക്കൊള്ളി. കെ ജമാലുദ്ദീൻ മൗലവി എന്റെ ഓർമ്മകളിൽ നിന്നാ പറയുന്നത്. പട്ടാളപ്പള്ളിയിലെ ഇമാമായിരുന്നു, നല്ല പണ്ഡിതനായിരുന്നു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു. ഇന്ന് വരെ അദ്ദേഹത്തിന് ശിർക്ക് ആരോപിച്ചിട്ടുണ്ട് മുജാഹിദുകളെ. ഈ പ്രസ്ഥാനം വിട്ട ജമാലുദ്ദീൻ മൗലവി ശിർക്ക് ആരോപിച്ചിട്ടുണ്ട് ഇല്ല. KC അബ്ദുള്ള മൗലവി മുജാഹിദുകളെ ഇങ്ങോട്ട് തൗഹീദ് പഠിപ്പിക്കാമെന്ന് KC അബ്ദുള്ള മൗലവി ജമിയത്തുൽ ഉലമയുടെ മെമ്പറായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നതിലെ മെമ്പറായിരുന്നു. ആര്? KC അബ്ദുള്ള മൗലവി. KC അബ്ദുള്ള മൗലവി മുജാഹിദ് പ്രസ്ഥാനം വിട്ട് നമ്മൾ അദ്ദേഹത്തെ മുശ്രിക്കാക്കി. എന്തിന്? ഹദീസ് നിഷേധിയായി കാഫിറായി പോയ ചേകന്നൂർ മൗലവി മുശ്രിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? തൗഹീദ് പഠിച്ച ഒരുത്തൻ എന്തിട്ടിട്ടില്ല. തൗഹീദ് പഠിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തൗഹീദ് പഠിച്ച ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? ശിർക്കിലേക്ക് പിന്നെ പോയിട്ടില്ല. കുഫറിലേക്ക് പോയി, അധർമ്മത്തിലേക്ക് പോയി, പല തിന്മയിലേക്കും പോയി. ഇനിയോ CN മുഹമ്മദ് മൗലവി അദ്ദേഹത്തെ മുശ്രിക്ക് നമ്മൾ പറഞ്ഞോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു ശത്രുക്കൾ പോലും നമുക്ക് നേരെ ശിർക്ക് ആരോപിച്ചിട്ടില്ല. ഇല്ല. സമസ്ത പോലും മുജാഹിദുകൾ മുശ്രിക്കാണെന്ന് കാര്യമായി വിമർശിച്ചിട്ടില്ല. പക്ഷേ മുജാഹിദുകളിൽ ശിർക്കുണ്ടെന്ന് പിരിഞ്ഞുപോയ മുജാഹിദുകളെ, അവരോടൊപ്പം ചേർന്നവരെ നിങ്ങൾ പറയുന്നതിന്റെ അപകടം എന്താണ്? ദുർവ്യാഖ്യാനം, തോന്നിയതുപോലെ പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പിച്ച മനസ്സോടെ ഉറപ്പിച്ചോളി. മാത്രമല്ല, ഒന്ന് എഴുന്നേറ്റുന്ന യുവാക്കളെ പോലെ ഒന്ന് പ്രഖ്യാപിച്ചു നോക്ക്. ഇത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. എഴുന്നേറ്റ് ആകാശഭൂമികളുടെ തമ്പുരാനാ ഞങ്ങളുടെ റബ്ബ്, അവനെ പുറമെ ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അസ്ഹാബുൽ കൗഫിന് അല്ലാഹു വായിച്ച് നമ്മളും അക്കൂട്ടത്തിൽപ്പെട്ടവരാ. ബൈലക്സിലും പരിസരത്തും ഒക്കെ ഉള്ള മുജാഹിദുകളോട് ഇല്ല സുഹൃത്ത്, നമുക്കറിയില്ല ഇല്ല, എനിക്കറിയില്ല ഇല്ലാന്ന് ഒരു വിദ്യാത്തിന്റെ അംശം നമ്മുടെ അടുത്തുണ്ടോ? എന്താ പറഞ്ഞത്? ഖുർആനും സുന്നത്തും വിട്ട് കാലകീലകളുടെ പിന്നാലെ പോകുന്ന നവഖുറാഫികൾക്ക് മറുപടി തീർന്നില്ലട്ടോ. മഞ്ചേരിയിൽ ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തെ കുറിച്ച് ഒരു പണ്ഡിതന്റെ വിലയിരുത്തലേക്ക് നിങ്ങൾക്ക് മഞ്ചേരി കുറച്ച് ഉയരത്തിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു പരിപാടി. അതിനെപ്പറ്റിയില്ലേ? അപ്സ്റ്റേറിന്റെ മുകളിൽ കയറി താടി നീട്ടി മൻഹജു സലഫ് ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ശിർക്കിലായി പോയില്ലേ? നഊദു ബില്ലാഹ്. മഞ്ചേരിയിലെ എന്റെ പ്രസംഗത്തെ കുറിച്ചുള്ള പരാമർശം മട്ടുപ്പാവിലേറി ബിൽഡിങ്ങിന്റെ മുകളിലേറി താടി നീട്ടി നടിയാണിന്റെ മേലെ തുണി ഉടുത്ത് പിന്നെ പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ? കാർൽ മാർക്സിനും ഇല്ലേ താടി? കൂട്ടരെ, ജമാഅത്തെ ഇസ്ലാമി അല്ല. മനസ്സിലാക്കണോ? കാർൽ മാർക്സിന്റെ താടിയാണോ നമ്മുടെ താടി? മദ്യപിച്ച് താടി രോമങ്ങളിലൂടെ കള്ളൊഴുകിയ കാർൽ മാർക്സിന്റെ താടിയാണോ നമ്മുടെ താടി? പടച്ചോനെ വിശ്വസിക്കാത്ത, ആഖിറത്തിൽ വിശ്വസിക്കാത്ത, ഇത്തിബാഉർ റസൂലില്ലാത്ത വെറുതെ വളർന്ന രോമം ആ മനുഷ്യനോടാണോ നബിയുടെ സുന്നത്തെടുത്ത് അത് കൽപ്പനയാണെന്ന് മനസ്സിലാക്കി എയർപോർട്ടുകളിൽ അനവധി തവണ പോലീസുകാർ താടിയുടെ പേരിൽ പീഡിപ്പിച്ച, റെയിൽവേ സ്റ്റേഷനുകളെ പീഡിപ്പിച്ച, വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, ബില്ലാദൻ എന്ന ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് അപഹസിച്ച ഈ താടി കാർൽ മാർക്സിന്റെ താടിയാണോ? നരിയാണിന്റെ മേലെ തുടിയുടുത്ത് താടി നീട്ടിയവരെ പ്രശംസിക്കണ്ടോ? നിന്ദിക്കരുത്. എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയോ? എന്നിട്ട് പറഞ്ഞു എന്തറിയോ? പണ്ട് കാലത്തൊക്കെ സമസ്തയിലെ സ്ത്രീകൾ തൊട്ടിലാട്ടുമ്പോ ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ സുന്നി പെണ്ണുങ്ങളുടെ തൊട്ടിലാടുന്ന കുട്ടിന്റെ തല ചുമരിലിടിച്ചാൽ, ഒരു പണ്ഡിതൻ പറഞ്ഞു, ചുമരിലിടിച്ചാൽ ബദരീങ്ങളെ എന്റെ കുട്ടീന്നാ പറയാ. അങ്ങോട്ടാണോ ഈ സമൂഹത്തെ കൊണ്ടുപോകണമെന്ന് ധ്വനി അടുത്ത വാചകത്തിൽ. ഞാൻ നിങ്ങളോടും ചോദിച്ചോട്ടെ, ഒരു മുജാഹിദിന്റെ പെണ്ണുങ്ങൾ തൊട്ടിലാട്ടി എന്താ ഉണ്ടാവുക? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിങ്ങനെ പറയുന്നതിനിടയിൽ തൊട്ടിൽ പൊട്ടി വീണ എന്റെ റബ്ബേ എന്റെ കുട്ടി, ഇനി ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും ചിന്നെ എന്റെ കുട്ടി ഉണ്ടോ? അതുകൊണ്ട് നുണയാണ്, കളവാണ്, ദുനിയാവ് മോഹിച്ച ലക്ഷ്യത്തിന്റെ ഓട്ടത്തിലാണ്. അതുകൊണ്ട് അറിയുക, തിരിച്ചറിയുക. എനിക്കറിയാം ഈ പരാമർശങ്ങളൊന്നും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. വേണ്ടിയിരുന്നോ എന്ന് നിങ്ങൾക്ക് വൈകിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസം വരും. കാരണം ഒരാളെ മുശ്രിക്കാക്കി, പിന്നെ 2 ആളായി, പിന്നെ 3 ആളായി, പിന്നെ 4 ആളായി, പിന്നെ 40 പിന്നെ 50 പിന്നെ 60 ഒരവസ്ഥ വരാനിരിക്കുന്നു. അതുകൊണ്ട് മുളയിലെ നുള്ളണം പറയണം. അല്ലാഹ് കാക്കട്ടെ, പടച്ചോണ്ടാക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ജനങ്ങൾക്ക് ഭയപ്പെട്ട വളരെ പ്രധാനമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് തൗഹീദ് പറഞ്ഞു. ശിർക്കിൽ നിന്ന് ബാപ്പാനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം യാ ബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി വതകൂന ലിശൈത്താനി വലിയ. എന്റെ ബാപ്പ, നിങ്ങൾക്ക് കഠോരമായ ഒരു ദൈവിക ശിക്ഷ, പരമകാരുണ്യകനാണ് റബ്ബെങ്കിലും ആ റബ്ബിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാ. പിശാചിനെ ആരാധിക്കുക വഴി, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക വഴി എന്റെ ബാപ്പ ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ, നിങ്ങൾക്ക് പടച്ചോന്റെ ശിക്ഷ വരും ബാപ്പ. പ്രവാചകന്മാരതാ, പ്രവാചകന്മാർ ദുനിയാവ് കണ്ടവരല്ല. ഒരാളും നരകത്തിലെത്തരുത്. ഈ നാട്ടിലെ മുസ്ലിങ്ങളുണ്ട്. എന്റെ പ്രസംഗം കേട്ട് ഈ പന്തലിൽ നിറങ്ങുന്നവരോട്, നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ വീടുകളിൽ കയറുക. ഭാസ്കരൻ എന്ന വ്യത്യാസമില്ല, സുരേന്ദ്രൻ എന്ന വ്യത്യാസമില്ല, ദേവദാസൻ എന്ന വ്യത്യാസമില്ല. കുലിയാകിൽ കിതാബി താലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും വലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ അതേ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. 3-ാം അധ്യായം 64-ാമത്തെ വചനം, 29-ാം അധ്യായം 46-ാമത്തെ വചനം, ഖുർആനിലെ 29-ാം അധ്യായം 46-ാമത്തെ വചനം, ഖുർആനിലെ 16-ാം അധ്യായം 125-ാമത്തെ വചനം, ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ വചനം. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തൗഹീദിലേക്ക്, നമ്മുടെ പ്രത്യേകത അതല്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അദ്ദഅവതു ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. എന്റെ ഡ്യൂട്ടി റസൂൽ പറയാ, ഖുർആനിലെ 12-ാം അധ്യായം 108-ാമത്തെ വചനം, എന്റെ ഡ്യൂട്ടി അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കല, ജിന്നിലേക്ക് ക്ഷണിക്കലല്ല. അല്ല അല്ല ഇനി മുജാഹിദുകളായ നിങ്ങളോടും ബൈലക് ശ്രോതാക്കളോടും തെറ്റിദ്ധരിക്കരുത്, ഒരു ആഹ്വാനം ചെയ്തോട്ടെ. ചർച്ച അവസാനിപ്പിക്കും. ദുർബല ഹദീസിനെ കുറിച്ചുള്ള ചർച്ച നമുക്കൊണ്ട് ഗുണമുണ്ട്. എല്ലാവരോടും ഞാൻ പറയാം, ഈ വാക്കിൽ അവസാനിപ്പിക്കാം. ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് അതിൽ തെളിവില്ല. ദാറ്റ്സ് ഓൾ. അതിലപ്പുറത്തേക്ക് ആരെന്ന് ചോദിച്ചാലും അത് കസ്റത്ത് സുവാൽ. അവിടേക്ക് ദാഊനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മിൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും മൻ ശൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തത. ഹദീസിന്റെ മൈന എന്താ അറിയോ? ഞാൻ ഉപേക്ഷിച്ചതായി ഒന്നുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എന്താ ചോദ്യം? വെള്ളത്തിൽ ഒരാൾ ഒലിക്കണ്, ചിന്നെ വിളിക്കാവൂ. കെട്ടിടത്തുന്ന ഒരാൾ വിളിക്കണ്, ചിന്നെ എന്ന് വിളി. കസ്റത്ത് സുവാൽ. സഹാബികളാരും ചോദിച്ചിട്ടുണ്ടോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് അള്ളാന്റെ ഇരുത്തത്തിന്റെ കൈഫിയത്തിനെ കുറിച്ച് ചോദിച്ചു. കൈഫിയത്തിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ ഇരുത്തം അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അല്ലേ, എന്നാൽ അതിന്റെ കൈഫിയത്തിനെ കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്.
സ്വഹാബികൾ ആരെങ്കിലും ചോദിച്ചു വെള്ളത്തിൽ മഞ്ചിനോട് തടാവൂ? അതുകൊണ്ട് ആ ചോദ്യം തന്നെ തീരുക, ആ ചോദ്യം അവസാനിപ്പിക്കുക. കസ്റത്ത് സുവാൽ, ആവശ്യമില്ലാത്തവണ്ട് എന്താ പറഞ്ഞത് അവിടെ ഒരു സൂചിപ്പട്ടും കൂട്ടണ്ട, ഒരു സൂചിപ്പട്ടും കുറയ്ക്കണ്ട. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദനാ മിൻഹു ബിൽ യമീൻ. നബി എങ്ങാനും ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക് അള്ളാന്റെ പേരിൽ കെട്ടിച്ചമച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനാടി അള്ളാഹ് പൊട്ടിച്ചു കളയുന്ന വലത്തെ കൈ കൊണ്ട് പിടിച്ചു. ഖുർആനിൽ 69 അധ്യായം 44, 45, 46. അതുകൊണ്ട് ജനങ്ങളെ വിശ്വാസരംഗത്ത് ശിർക്കിലേക്ക് വിളിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാവും. ഒരു MLA-യുടെ മാതൃഭൂമിയിലെ ലേഖനം മുസ്ലിങ്ങളുടെ വമ്പിച്ച പ്രതികരണം ഉണ്ടാക്കി. നിലവിളക്ക് കൊളുത്തൽ ബിംബാരാധനയാണ്, അഗ്നി ആരാധനയാണ്, നമുക്കൊരു കാരണവശാലും പാടില്ലാത്തതാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസം, അവർക്ക് ചെയ്യാം, നമ്മൾ അവർക്കെതിരല്ല. നമ്മുടെ ചെറിയ പെരുന്നാളിൽ പങ്കെടുക്കാത്ത ഭാസ്കരൻ മതവിരോധി എന്ന് നമ്മൾ പറയാറില്ല, ഉണ്ടോ? നമ്മൾ നിർവഹിക്കുന്ന നോമ്പ് നിർവഹിക്കാത്ത ഹിന്ദു ഭീകരവാദിയാ നമ്മൾ പറയാറില്ല. ഓരോ മതവിശ്വാസികൾക്ക് ഓരോന്നുണ്ട്. എന്താ മുസ്ലിങ്ങൾക്ക് കൈകൂപ്പിക്കൂടെ എന്ന് ഒരു മുസ്ലിം MLA പറ്റൂല. നിങ്ങളുടെ വിമർശനം എന്താ അറിയോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കന്മാരും കൈകൂപ്പി നിൽക്കുന്നത് കാണില്ല. ഞാനും തിരിച്ചു വെച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവ് ഇങ്ങനെ കൈവച്ചിട്ടുണ്ടോ? റഹ്മത്തുള്ളാ ഖാസിമിന്റെ ഒക്കെ ഫോട്ടോ എപ്പോഴും ഇങ്ങനെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിഹ്നമായിട്ട് ഇങ്ങനെ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒന്നും. അപ്പോ അത് പറ്റൂല, കൂപ്പണമെന്നോ ആണോ സൗഹാർദ്ദം? അത് അടിച്ചേൽപ്പിക്കലല്ലേ? അതുകൊണ്ട് ശിർക്ക് വരുന്ന എല്ലാ വഴികളും ഇത് നമുക്ക് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യം. സുഫിയാൻ സൗരിയുടെ ഒരു പരാമർശമുണ്ട്, എന്റെ മനസ്സിൽ റിയാഇന്റെ അംശം വരാതിരിക്കാനാണ് ഞാൻ ഏറ്റവും വലിയ ജിഹാദ് ചെയ്തത്. ഏറ്റവും വലിയ ജിഹാദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം, വട്ടപൂച്ചത്ത് കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ പോലും ഹക്ക് വിടല്ലേ മക്കളെ. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു ന്യൂനപക്ഷം എന്നും സത്യത്തോടൊപ്പം നിൽക്കും, സത്യത്തിന്റെ കൂടെ നിൽക്കും. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം തൗഹീദിന് വേണ്ടി. മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. 7-ാം അധ്യായം 59-ാമത്തെ വചനം, വേദനാജനകമായ ഒരു നരകശിക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, ജൂതനായി നീ മരിച്ചു പോയാൽ നരകത്തിലാണ് മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അപ്പൊ ആ കുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ജൂതനായ ബാപ്പ പറഞ്ഞു, മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തോ. ആ കുട്ടി അത് കേൾക്കേണ്ട താമസം ഷാത്തുകളിൽ വെച്ച്. നേരെ മറിച്ച് റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, കണ്ണിന്ന് കണ്ണുനീരൊഴുകി, അല്ലാഹുവേ നരകാഗ്നിയുടെ ഭാഗമായി തീരുന്ന ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്ക് സ്തുതി. ഇതല്ലേ നമ്മുടെ വിശ്വാസം? നമ്മളോടൊപ്പം ജീവിച്ചൊരു മാധവനും നാളെ ശിർക്ക് ചെയ്ത് നരകത്തിലെത്തരുത്, ഒരു ജോർജും നരകത്തിലെത്തരുത്, ഒരു മനുഷ്യരും നരകത്തിലെത്തരുത്, ഒരു മുജാഹിദും നരകത്തിലെത്തരുത്, ഒരു മദനിയും നരകത്തിലെത്തരുത്, ഒരു സ്വലാഹിയും നരകത്തിലെത്തരുത്. സഹോദരങ്ങളെ, ഒരു സലഫിയും നരകത്തിൽ പോകരുത്. ഇനി ആലോചിച്ച്, മുജാഹിദായിട്ട് നരകത്തിൽ പോകാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മറ്റു പ്രസ്ഥാനത്തിൽ ശിർക്കിലും ഖുറാഫാത്തിലും പെട്ട് അവരോടൊപ്പം നരകത്തിൽ പോകേണ്ട ഒരവസ്ഥ. വയാ ഖൗമി മാലി യദൂഖു മിനൻ നജാത്ത് വതദൂനനി ഇലന്നാർ. ജനങ്ങളെ, നിങ്ങളെ ഞാൻ നജാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് വിളിക്കുകയാണ്. അതുണ്ടായത് 40-ാം അധ്യായം 49. ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ക്ഷമിക്കണം എല്ലാവരും. ഒരാദർശ പ്രസ്ഥാനത്തിന്റെ മഹനീയതയും അതിന്റെ ആദർശവും അതിന്റെ കെട്ടുറപ്പും അതിന്റെ ആദർശത്തിൽ അതിന്റെ നന്മയിലാണ്. അത് നിലനിൽക്കണം. നേതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ള പ്രസംഗം മാത്രമല്ല, നേതാക്കന്മാരനുസരിക്കപ്പെടാൻ യോഗ്യരാവുക എന്നതും ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനമായ കാര്യം. ഒരിക്കൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈയിടെയായി ആവർത്തിച്ച് കേൾക്കുന്ന നേതാക്കന്മാരനുസരിച്ച്? എപ്പോഴെങ്കിലും നേതാക്കന്മാർ അനുസരിക്കാൻ യോഗ്യരാവുക എന്ന് ഇതേ നാവ് കൊണ്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളോട് ഞാൻ പറയുന്നു, നേതാക്കന്മാരെ ബർബഹാരിയുടെ ശറവസുന്നയിൽ ഒരു വാക്ക്, നേതൃത്വത്തിനെതിരെ പ്രാർത്ഥിക്കുന്നവനെ നീ കണ്ടാൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പുറത്താണെന്ന് നീ മനസ്സിലാക്കുക.
നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അവൻ സുന്നത്തിന്റെ ആളാണ് പറയണം. എങ്ങനെ പ്രാർത്ഥിക്കണം അതിന് വിശദീകരിച്ചു. അതായത് നേതൃത്വത്തിലിരിക്കുന്നവര് നന്നായാൽ ഒരു സമൂഹം മൊത്തമാണ് നന്നാകുന്നത്. അവർ കാരണക്കാർ, അവരൊരു വ്യക്തിയല്ല, അവരൊരു മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹുവേ നിലനിർത്തണേ, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സ് കൊടുക്കണേ, തെറ്റുപറ്റരുതേ എന്ന് നമ്മൾ അനുസരിക്കാം. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്, ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. ഒരു കരാർ ലംഘിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് എനിക്കിത് പറയേണ്ടി വന്നത്. ആ കരാർ എന്താന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇതാണ് നേതൃത്വവുമായി ഞങ്ങൾ എടുത്ത തീരുമാനം. നോമ്പ് കഴിഞ്ഞാൽ സമ്മേളനത്തിലായിരിക്കും നമ്മൾ. ബാക്കി സകല ചർച്ചയും നിർത്തിവെക്കുന്നു. അതവർ ലംഘിച്ചു. അത് അല്ലാഹുവിനെ സാക്ഷ്യം നിർത്തിയിട്ട് അവർ ലംഘിച്ചവർ ഒരുപാട് കക്ഷിത്വത്തിൽ മുന്നോട്ട് പോയപ്പോ എനിക്കതിന്റെ വസ്തുത ജനങ്ങളെ അറിയിക്കണം. ഞാനത് പറഞ്ഞു. അല്ലാഹുവേ നീ സാക്ഷി. സഹോദരങ്ങളെ, നമ്മളിൽ മുശ്രിക്കുകളില്ല, നമ്മളിൽ ശിർക്കിന്റെ അംശമില്ല. ഉണ്ടാകാതിരിക്കട്ടെ, വരാതിരിക്കട്ടെ. നാം ജാഗ്രത ഇപ്പോഴില്ല. ഇല്ല, നമ്മൾ ഖുറാഫികളല്ല, നമ്മൾ നവഖുറാഫികളല്ല. അല്ലാഹുവേ, ഇവർ ഞങ്ങളെ പറ്റി പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ, നീ സാക്ഷി. അലം യാലം ബി അന്നല്ലാഹ യറാ, എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ണിന്റെ കട്ടുനോട്ട് പറയുന്ന എല്ലാ ചിന്തകളും അറിയുന്ന പടച്ച തമ്പുരാൻ അവൻ നമ്മെ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ആ അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെടുക. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നാം അനുധാവനം ചെയ്യാം. ഒറ്റ അപേക്ഷയില്ല, ഒറ്റക്കെട്ടായി തൗഹീദി പ്രബോധനത്തിന് വേണ്ടി ഇന്നു മുതൽ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ പ്രതിജ്ഞ എടുക്കുക. അല്ലാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്നവരും ശിർക്കിനെതിരെ ജാഗ്രത പുലർത്തുന്നവരും ഒരു കാരണവശാലും ശിർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പിക്കും. അത് മനസ്സിൽ എപ്പോഴും. അതുകൊണ്ടാണല്ലേ ഹൃദയം തെറ്റിപ്പോകുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ എന്ന് പറഞ്ഞത്. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. ശിർക്ക് വരും, അതിൽ സംശയമൊന്നും വേണ്ട, വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ മുവഹിദുകളെ മുശ്രിക്കാക്കുന്നത് അപാര അപകടമാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞ വാക്ക്, ആർ മുശ്രിക്കല്ലയോ അവനെ ആർ മുശ്രിക്കെന്ന് വിളിച്ചു പോകും. അവൻ മുശ്രിക്കാണ്. മാത്രമല്ല, എനിക്കെതിരെ ഉള്ള ഒരു ആരോപണം എന്തായിരുന്നു? ദർഗയിൽ പോയി മമ്പറന്നങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി ശിർക്ക് ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ അറിയാതെ മുശ്രിക്ക് എന്ന് പറഞ്ഞു. ഏതാ അയാൾ ശിർക്ക് ചെയ്തതിനെ വിമർശിച്ചതിന്റെ പേരിലാണ്, ശിർക്ക് ചെയ്ത ആളെ വിമർശിച്ചതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കി. ശിർക്കില്ലാത്തവരെ മുശ്രിക്കാക്കി നടക്കുന്നവർക്ക് നേരെ ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞില്ല. ചിന്തിച്ചോളിയും അംഗീകരിച്ചോളിയും പഠിച്ചോളി. ഖലാസ്. അല്ലാഹു ഖൈറാക്കട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തടം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി ജീവിതത്തിൽ പകർത്തി പാലിച്ച് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാര്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കി ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്കിന്റെ കൂടെ നിന്ന് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. السلام عليكم ورحمة الله وبركاته.